മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമ മഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. മരണത്തെ തോൽപ്പിച്ചവൻ ജയവീരനായി വന്നിടുമേ. ജയഗീതം പാടാം മോദമോടെ, ജീവജലമാം എന്റെ യേശുവിനാൽ. ജയഗീതം പാടാം മോദമോടെ, ജീവജലമാം എന്റെ യേശുവിനാൽ. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ TG മാത്യു കോന്നി. പ്രാർത്ഥനയോടെ ധ്യാനചിന്തകൾ ശ്രമിക്കാം. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഇപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. എൻ്റെ എല്ലാ പ്രിയ സ്നേഹിതർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനവും പ്രഭാതവന്ദനവും പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. കഴിഞ്ഞ 53 എപ്പിസോഡുകളിലായിട്ട് വെളിപ്പാട് പുസ്തകം 1-2 അധ്യായത്തിൽ നിന്നും അതിൻ്റെ 3-ാം അധ്യായം 18 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും അല്പമായി വിചിന്തനം ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചു. ഇന്ന് അതിൻ്റെ 19-ാം വാക്യം വായിച്ച് അതിൽ നിന്നും ചില ആത്മീയ ആലോചനകൾ നമുക്കൊരുമിച്ച് പങ്കുവെക്കുവാനാണ് കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. 19-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഈ വാക്യത്തിലെ ചില പദപ്രയോഗങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഇവിടെ നാം വായിച്ചത് എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആരാണ് പ്രിയമുള്ളവർ എന്നുള്ളത് നമുക്കിവിടെ നിന്നും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ലവോദിക്യ സഭയിലെ വിശ്വാസികളെ തന്നെയാണ് കർത്താവ് പ്രിയമുള്ളവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുവാനുള്ള കാരണം എന്ന് നമുക്കറിയാം. കർത്താവ് ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ അവരെ വീണ്ടെടുത്തതാണ്. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താങ്ങൾക്കുള്ളവരല്ല. അപ്പോൾ കർത്താവ് അവരെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. കർത്താവിൻ്റെ സ്വന്തം ജനമാണ്. അപ്പോൾ ദൈവസഭയിലെ ഓരോ വിശ്വാസികളും കർത്താവിൻ്റെ സ്വന്തമാണ് എന്നുള്ളത് ഇവിടെ ഓർപ്പിക്കുകയാണ്. അവരുടെ തെറ്റുകളെ കർത്താവ് ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതാണ് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ചില മുന്നറിയിപ്പുകൾ. നമുക്കത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് നാം തുടർന്ന് അത് ചിന്തിക്കുന്നതാണ്. ഇവിടെ നമുക്കറിയാം, ഈ ലവോദിക്യ സഭയെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ അവർ ശീതോഷ്ണാവസ്ഥയിലായിരിക്കുന്ന ആ ഒരു കൂട്ടം വിശ്വാസികളാണ് ആ ലവോദിക്യ സഭയിലുള്ളത്. അവർ സ്വയമേ പുകഴുന്നവരാണ്. ഞങ്ങൾക്കൊന്നിനും കുറവില്ല, ഞങ്ങൾ സമ്പന്നരായിരിക്കുന്നു, ഞങ്ങൾക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെത്താൻ പ്രശംസിക്കുന്നവരായിട്ട് തീരുന്നു. എന്നാൽ കർത്താവ് അവരുടെ ഉള്ള അവസ്ഥ അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. അവർ അരിഷ്ടരും കുരുടനും നഗ്നരും ഇങ്ങനെ വേണ്ട ആ നിലയിൽ കർത്താവ് അവരുടെ ഉള്ള അവസ്ഥ അവിടെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ അത് വെളിപ്പെടുത്തി കൊടുത്തിട്ട് അവർക്കൊരു മടങ്ങി വരവുണ്ടാകണം. കർത്താവിൻ്റെ അടുത്തേക്ക് അവർ വരണം. കർത്താവിൽ നിന്ന് ചിലത് പ്രാപിക്കണം. അതാണ് നമുക്ക് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം അത് വിശദമായി ചിന്തിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് അവിടെ ഇന്ന് നാം വായിച്ച വാക്യത്തിൽ നാം ശ്രദ്ധിച്ചത് എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കർത്താവിന് പ്രിയപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്നുള്ളത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവരെ എത്രത്തോളം, അല്ലെ ദൈവമക്കളായിരിക്കുന്ന നമ്മെ എത്രത്തോളം കർത്താവ് സ്നേഹിക്കുന്നുവോ അത്രത്തോളം നമ്മെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് ലോകത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 13-1 നാം ഇങ്ങനെ വായിക്കുന്നു:
ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, അവരിൽ കുറവില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അവർ പാപത്തിലേക്ക് പിന്തിരിഞ്ഞു പോയി എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. എന്നാൽ കർത്താവ് തൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ ജനത്തെ കർത്താവ് സ്നേഹിക്കുന്നു. അവനൊരിക്കലും ആ സ്നേഹത്തിന് മാറ്റമില്ല. എന്നാൽ ഇവിടെ ഓർപ്പിക്കുന്നത് പോലെ കർത്താവ് പറയുകയാണ്, താൻ അവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പാപത്തെ കർത്താവ് ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ അവിടെ നമുക്ക് ചില പദപ്രയോഗങ്ങൾ അല്ലെങ്കിൽ ചില മുന്നറിയിപ്പുകൾ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. 5-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിയുമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? 7-ാം വാക്യം, നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? ഇതാണ് നമ്മെ ഓർപ്പിക്കുന്നത്. അപ്പോൾ അപ്പൻ നമ്മെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ദൈവവചനം ഓർപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു എബ്രായ ലേഖനത്തിൽ തന്നെ ഒരു പ്രയോഗമുണ്ട്. അവിടെ നാം വായിക്കുന്നത്, നാം ദൈവം നമ്മെ ശിക്ഷിക്കുന്നില്ലെങ്കിൽ നാം കൗലയിടയന്മാരാണ് എന്നുള്ളത് നമുക്ക് ആ വേദഭാഗത്ത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം സ്നേഹിക്കുന്നവരെയാണ് ശിക്ഷിക്കുന്നത്. സദൃശവാക്യങ്ങൾ 3-11-12 വാക്യങ്ങൾ, അത് നമ്മൾ ഇവിടെ എബ്രായ ലേഖനത്തിൽ അത് എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ്. അത് നമ്മൾ ഓർക്കുകയുണ്ടായി. സദൃശവാക്യത്തിലും അതുതന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3-11 വായിക്കുന്നത്, മകനെ, യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്. അവൻ്റെ ശാസനയിൽ മുഷിയുമരുത്. അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. അപ്പോൾ ദൈവം തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ തെറ്റിനെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മെ ഇവിടെ ഓർപ്പിക്കുകയാണ്. അടുത്തതായിട്ട് അവിടെ പറയുന്ന 2 നിർദ്ദേശങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്ന്, നീ ജാഗ്രതയുള്ളവനായിരിക്കുക. അർത്ഥാൽ നീ ശ്രദ്ധയോടെ ജീവിക്കണം. നീ ലോകക്കാരെ പോലെ ജീവിക്കുവാനുള്ളതല്ല. ഇന്ന് ജീവിക്കുന്ന ദൈവമക്കളായ നമുക്കും തരുന്ന ഒരു മുന്നറിയിപ്പായിട്ട് ഇതിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. നാം സൂക്ഷ്മതയോടെ ജീവിക്കണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധരായിരിപ്പിൻ എന്നുള്ളത് അവിടെ നാം വായിക്കുന്നുണ്ട്. നമ്മുടെ ഒരു അജ്ഞാനകാലം, അറിവില്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് നാം ജീവിച്ചതുപോലെ ജീവിക്കരുത്. അതാണ് ദൈവവചനം. പിന്നെ എങ്ങനെ ജീവിക്കണം? നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കണം എന്നുള്ളതാണ് തിരുവചനം ഓർപ്പിക്കുന്നത്. നിങ്ങളുടെ പിന്നെ അതിൻ്റെ മറ്റൊരു ഭാഗത്ത് കാണുന്ന നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം, നീ ജാഗ്രതയുള്ളവനായിരിക്ക എന്ന് അവിടെ ഓർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നാം ജാഗ്രതയുള്ളവനായിരിക്കണം, നാം സൂക്ഷ്മതയോടെ ജീവിക്കണം. ഈ ലോകം നമുക്ക് അനുകൂലമല്ല. ഈ ലോകം നമ്മളെ പകയ്ക്കുന്ന ലോകമാണ്, നമ്മെ തെറ്റിക്കുന്ന ലോകമാണ്. അപ്പോൾ നാം ജാഗ്രതയോടെ സൂക്ഷ്മതയോടെ ജീവിക്കണം. അതാണ് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. 2-ാമത്തെ നിർദ്ദേശത്തോടെ പറയുകയാണ്, മാനസാന്തരപ്പെടുക. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകളെ കുറിച്ചുള്ള ദൂതാണ് കൊടുക്കുന്നത്. അതിൽ 5 സഭകളോടും കർത്താവ് ആവർത്തിച്ച് പറയുന്ന ഒരു പദപ്രയോഗമാണ് മാനസാന്തരപ്പെടുക എന്നുള്ളത്. സ്മുർണ സഭയോടും ഫിലദൽഫിയ സഭയോടുമുള്ള ബന്ധത്തിൽ ആ പദപ്രയോഗം കാണുന്നില്ല. എന്നാൽ ബാക്കി 5 സഭകളോടും ആവർത്തിച്ച് ഈ പദപ്രയോഗം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം
അതിൻ്റെ 16-ാം വാക്യം, 21-ാം വാക്യം, 22-ാം വാക്യം, 3-ാം അധ്യായം 3-ാം വാക്യം, അതിൻ്റെ 19-ാം വാക്യം. ഈ വാക്യങ്ങളിലെല്ലാം ആകയാൽ നീ മാനസാന്തരപ്പെടുക എന്നുള്ള പദപ്രയോഗം നമുക്കവിടെ കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. നാം ഉൾപ്പെട്ടു നിൽക്കുന്ന ഇന്നത്തെ സഭകളോടും ഒരു മുന്നറിയിപ്പ് എന്ന വണ്ണം കർത്താവ് ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നീ മാനസാന്തരപ്പെടണം. കർത്താവ് വീണ്ടും വീണ്ടും അവസരങ്ങൾ തരികയാണ്. നമ്മൾ ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്, കർത്താവ് നമുക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകിത്തരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നാം അതിനെ അവഗണിച്ച് കളയാതെ, ഇത് കർത്താവിൻ്റെ നമ്മോടുള്ള ദയയാണ്, അവൻ്റെ കരുണയാണ്, അവൻ്റെ ദീർഘക്ഷമയാണെന്നുള്ളത് മനസ്സിലാക്കി നാം ഇത് ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. ദൈവവചനം നമ്മെ ഓർപ്പിച്ചത്, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഇന്നും കർത്താവ് നമ്മോട് ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. ആ നിലയിൽ ഈ ദൈവവചനം നമ്മൾക്ക് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് ജീവിക്കാം. കർത്താവ് അതിനായിട്ട് സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ജനമരബാധിക്കും നാൾ വരെയും ജനകൻ പോൽ പാലിക്കുമെന്നെ നാഥൻ. ജഗത്തിലെ നാടുകൾ തീരുവോളം ജീവന്റെ പുതുക്കത്തിൽ നടന്നിടാം നാം. ജഗത്തിലെ നാടുകൾ തീരുവോളം ജീവന്റെ പുതുക്കത്തിൽ നടന്നിടാം നാം. ജീവന്റെ പുതുക്കത്തിൽ നടന്നിടുവാൻ ജീവൻ തന്നെന്നെ വീണ്ടെടുത്തു.